ഇന്ന് ഏകദേശം 15 പടം റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇത് 15 പടം നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആവും. അങ്ങനെ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത പടം ആശകളായിരമാണ്. ആശകളായിരം എന്ന് പറയുമ്പോൾ നമ്മളതിലെ കോംബോ തന്നെ നമുക്ക് അതിൻ്റെ കാസ്റ്റിങ്, അതിൻ്റെ പ്രൊഡ്യൂസർമാർ ഇവരൊക്കെ വെച്ചൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. അതായത് ഗോകുലം ഗോപാലൻ ചേട്ടനും കൃഷ്ണമൂർത്തി സാറും ഒക്കെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ പടത്തിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. അപ്പോൾ ആ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് സമൂഹത്തിന് എന്ത് മെസ്സേജ് നൽകുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ പടം സെലക്ട് ചെയ്യുള്ളത്. അപ്പോൾ ഈ ആശകളായിരം എന്ന് പറയുമ്പോൾ ജയറാമിൻ്റെ ശക്തമായൊരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ ജയറാമിനെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ജയറാം ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കൂടുതൽ കാളിദാസ് ജയറാം, അച്ഛനും മകനും തമ്മിലുള്ള കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ ചെറുക്ക് പണ്ടത്തെക്കാളും 10 മടങ്ങ് ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ ആശാശരത്തിൽ കൂടി വന്നപ്പോൾ പൂർണ്ണമായി ആ കുടുംബം പൂർണ്ണമായി. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കാണുന്ന പല വിഷയങ്ങളും, അതായത് ചെറുപ്പത്തിലെ പോലും നമ്മളയാളുടെ മനസ്സിലൊരു നടനുണ്ടെന്നതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ ചിലപ്പോൾ ആ നടനിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകും. അങ്ങനെ ഒരാളാണ് ഞാൻ 10 വയസ്സ് പോലും സിനിമയോടൊപ്പം നടന്നിട്ട് 65 വയസ്സ് സിനിമാടനായ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് സിനിമാ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ആകാതിരിക്കാനും ആകാനും ഒക്കെ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറയുന്നുണ്ട്. പാട്ട് നല്ല പാട്ടുകളാണ്, സന്ദർഭത്തിന് യോജിച്ച പാട്ടുകളാണ്. ഇത്തരം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് വെച്ചിട്ട് ഗോകുലം ഗോപാലൻ സാറിൻ്റെ ടീമിനും കൃഷ്ണമൂർത്തി സാറിനും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു.